ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ പുതിയ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഹെഡ് ഓഫീസിന്റെ ശിലാസ്ഥാപന ചടങ്ങ് ഞായറാഴ്ച നടക്കും. തൃശൂർ മണ്ണുത്തിയിലാണ് ഹെഡ് ഓഫീസ് പ്രവർത്തനം തുടങ്ങുക. രാവിലെ 8:30 പ്രശസ്ത മെഡിക്കൽ അസ്ട്രോളജർ മോഹൻ കെ വേദകുമാർ ശിലാസ്ഥാപനം നിർവഹിക്കും. ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ ഡൽഹി, ഉത്തർപ്രദേശ്, ഹരിയാന, ഗുജറാത്ത് എന്നീ 4 സംസ്ഥാനങ്ങളിലെ ശാഖകളുടെ ഉദ്ഘാടനവും ഞായറാഴ്ച നടക്കും. അംഗപരിമിതരായ 100 പേർക്ക് സൗജന്യമായി കൃത്രിമ കാലുകൾ നൽകുന്നതിന്റെ 1ാം ഘട്ട ചടങ്ങുകളും ഹെഡ് ഓഫീസിലെ ധനവിസ്മയ ഹാളിൽ നടക്കും. ചൂരൽമല ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിനായി പുതിയതായി നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാന ചടങ്ങും ഇതോടൊപ്പം നടക്കുന്നുണ്ട്. ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ സ്വപ്ന പദ്ധതിയായ അന്നസാരഥിക്കും ഞായറാഴ്ച തുടക്കമാവും. എല്ലാ ദിവസവും 100 പേർക്ക് സൗജന്യ ഉച്ചഭക്ഷണം ഉറപ്പുവരുത്തുന്നതാണ് അന്നസാരഥി എന്ന പദ്ധതി. ചൂരൽമലയിൽ വീട് നഷ്ടപ്പെട്ട അവിടെ ഒരു കുടുംബത്തിന് വീടിന്റെ താക്കോൽദാനം നിർവഹിക്കുകയും അതോടൊപ്പം തന്നെ ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ മറ്റൊരു സഹോദര സ്ഥാപനമാണ് ഡി ഗ്രാൻഡ് ഹോട്ടൽ ആൻഡ് റിസോർട്ട്. അതിന്റെ സോഫ്റ്റ് ലോഞ്ചും അന്നേ ദിവസം നടത്തുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിലെ 14 ജില്ലകളിലായി ഏകദേശം 27 ഓൾഡ് ഏജ് ഹോമുകൾ, മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട അച്ഛനമ്മമാർ നിൽക്കുന്ന ഓൾഡ് ഏജ് ഹോമുകൾ, അതുപോലെ തന്നെ തൃശ്ശൂരിലെ ജില്ലാ ഹോസ്പിറ്റൽ, അങ്ങനെ മൊത്തം 27 കേന്ദ്രങ്ങളിലായി ഏകദേശം 3500ഓളം പേർക്കുള്ള ഉച്ചഭക്ഷണവും അവർക്കുള്ള പ്ലേറ്റും ഗ്ലാസും അന്ന് ധനലക്ഷ്മി ഗ്രൂപ്പ് നൽകിക്കൊണ്ടാണ് അവരുടെ കൂടെ ഈ 5ാം വാർഷികം ആഘോഷിക്കുവാനായി തീരുമാനിച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ വിശക്കുന്നവർക്ക് ഒരു ഭക്ഷണം എന്നുള്ളൊരു പദ്ധതിക്ക് ഞങ്ങളുടെ മാനേജ്മെന്റ് രൂപം നൽകിക്കൊണ്ട് അന്നസാരഥി എന്നുള്ളൊരു വണ്ടിയിൽ 100 പേർക്കുള്ള ഭക്ഷണം ഡെയിലി 365 ദിവസവും അവർക്ക് എത്തിക്കുക എന്നുള്ളൊരു ഒരു ആശയം ഞങ്ങളുടെ മാനേജ്മെന്റിൽ ഉടലെടുത്തുകൊണ്ട് ആ ഒരു പദ്ധതിക്കും രൂപം കൊടുക്കുകയാണ്. കാലില്ലാത്ത 100 പേർക്ക് കൃത്രിമക്കാൽ നൽകിക്കൊണ്ട് അതിന്റെ ഒരു സോഫ്റ്റ് 5 പേർക്കുള്ള ഒരു കൃത്രിമക്കാൽ ഇവിടെ നൽകിക്കൊണ്ടും അടുത്ത മാസം ടൗൺ ഹാളിൽ നമ്മൾ 100 പേർക്ക് കാലുകൾ നൽകിക്കൊണ്ടുള്ള ഒരു പദ്ധതിക്കും 5ാം വാർഷികത്തിനോടനുബന്ധിച്ച് ധനലക്ഷ്മി ഗ്രൂപ്പ് അങ്ങനെ ഒരു തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്.